ഇന്ന് ഞാൻ ഒരു കഥ പറയാമെന്ന് എഴുതി കേട്ടോ. കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിറകെ കിടക്കുന്ന പഴയകാല രാജ അംബാസിനെ കുറിച്ചാണ്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് കുറേയധികം മോഹിച്ചൊരു വണ്ടിയായിരുന്നു ഇത്. ഇതിനകത്തൊന്ന് യാത്ര ചെയ്യണമെന്നും യാത്ര ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം രാജകീയമായിരുന്നു കേട്ടോ. അങ്ങനെ ഡ്രൈവിംഗ് പഠിക്കണമെന്നൊരു മോഹം ഉദിച്ചപ്പോഴും ഞാൻ സെലക്ട് ചെയ്ത അംബാസഡർ തന്നെയാണ്. അപ്പം ഇതിലായിരുന്നു ഡ്രൈവിംഗ് പഠിച്ചത്. ഈ വണ്ടിയിലല്ല കേട്ടോ, ഡ്രൈവിംഗ് സ്കൂളിൽ വേറെ വണ്ടിയിലാണ്. അങ്ങനെ ഞാൻ ഡ്രൈവിംഗ്, അതായത് വാഹന ലോകത്തോട്ട് എൻട്രി ചെയ്യുന്നതും അംബാസഡറിലൂടെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലോട്ട് വരാം. ഈ വണ്ടി ഈ അംബാസഡറിനെ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കയ്യിലുള്ള വണ്ടിയാണ്. അപ്പോൾ ആളിനിത് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കിടക്കുന്ന കണ്ടീഷനൊക്കെ ഇതിൻ്റെ ടെസ്റ്റിംഗ് വർക്കിനുള്ള പ്രിപ്പറേഷനിൽ കിടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു റഫ് മൈൻഡ് കാണുന്നത്. വണ്ടി ഇപ്പോൾ കുട്ടപ്പനാക്കി ഇറക്കുന്നുണ്ട്. അപ്പം ആളിന് ഇതിപ്പം ഓട്ടിക്കാനായിട്ട് ഒത്തിരി ടഫ്. അപ്പോൾ അംബാസഡറിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം ഇതിൻ്റെ സ്റ്റിയറിംഗ് എന്ത് ടൈറ്റ് ആണെന്നുള്ളത്. അപ്പം ആളിനൊരു മോഹം ഇതിനെ ഒന്ന് പവർ സ്റ്റിയറിംഗ് ആക്കിയാൽ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതിൽ നമുക്ക് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിൻ പെർഫോമൻസിന് ഒരു ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് കൂടെ കയറ്റിയാൽ അത്ര കണ്ട് പെർഫോമൻസ് കിട്ടത്തില്ല. അതുപോലെ കുറച്ചുകൂടെ സ്മൂത്ത്നെസ്സിന് വേണ്ടി നമ്മളെ കൺസൾട്ട് ചെയ്തത് ഒരു ഇലക്ട്രോണിക്സ് പവർ സ്റ്റിയറിംഗ് ആക്കാനാണ്. അപ്പം അത് ഞാൻ ഇതിൽ വിജയകരമായി ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയുണ്ട് എന്ന് നോക്കാം കേട്ടോ. എന്താണ് പെർഫോമൻസ്, എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വന്നോളി. ഇതാ കാണുന്നുണ്ടോ, ഇതിൽ കണ്ടോ ഞാനൊരു ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് നല്ല വെൽ ഫിറ്റ്മെൻറ്റിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മോട്ടറും അതിൻ്റെ സംഗതികളെല്ലാം. അപ്പോൾ ഇതിൻ്റെ ഫിറ്റ്മെൻറ്റിൻ്റെ വീഡിയോ ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇതിൽ എല്ലാവിധ സംഗതികളും ഫിറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതായത് ഇത് നോക്കും, ഇപ്പോൾ കണ്ട തിരിക്കാൻ ഭയങ്കര പാടാണ്. അതായത് ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ളവർക്ക് അറിയാം എന്ത് കണ്ടിട്ട് ആയിട്ടുണ്ടെന്ന്. നേരത്തെ എനിക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഇത് ചെയ്യുന്നതിന് മുമ്പ്. അപ്പം എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്താണ് ഇതിൻ്റെ പെർഫോമൻസ് എന്ന്. ഓക്കെ, അപ്പോൾ വണ്ടി കണ്ടോ ഒറ്റയടിക്ക് ചാടി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് കറങ്ങി നോക്കണം എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഇതിൻ്റെ പവർ സ്റ്റിയറിങ്ങിന് അഡീഷണൽ നോക്കൂ, ഒരു സ്വിച്ചൊക്കെ കണ്ട, ഒരു സ്വിച്ചൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാത്തിനെന്ന് വെച്ചാൽ ഒരു നൊസ്റ്റാൾജി ഫീൽ കിട്ടാനാണ്. ആ സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രമേ ഇത് പവർ സ്റ്റിയറിംഗ് മോഡിലോട്ട് ആവുള്ളൂ. ഇതിപ്പം മാനുവൽ മോഡിൽ കിടക്കുകയാണ്. അപ്പം ഞാൻ ഇതിനെ പവർ സ്റ്റിയറിംഗ് മോഡിലോട്ട് ആക്കുകയാണ്. അതാ നോക്കൂ, സ്വിച്ച് ഓൺ ആക്കി. ഇപ്പോൾ ഇത് പവർ സ്റ്റിയറിംഗ് മോഡാണ്. കണ്ടാ ഒറ്റ കൈ കൊണ്ട് നമുക്ക് ഇറങ്ങിയെടുക്കാം. എങ്ങനെയുണ്ട് ഇതുണ്ടോ? അല്ലേ, ഒറ്റ കൈ കൊണ്ട് ഇറങ്ങിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതാണ് ഇതിൻ്റെ പവർ സ്റ്റിയറിംഗ് ആക്കിയതിന് ശേഷമുള്ള പെർഫോമൻസ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എനിവേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ എനിവേ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നും പഴയകാല ഓർമ്മകൾ വന്നിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.